ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന് ഇനി കേവലം ഒരു മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഓരോ ടീമുകളും തങ്ങളുടെ സ്ക്വാഡുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. 18-ാം തീയതിയാണ് ബ്രസീലിൻ്റെ സ്ക്വാഡ് അറിയാൻ സാധിക്കുക. പ്രാഥമിക സ്ക്വാഡുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ജെറാർഡ് പീക്കെ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട തൻ്റെ പ്രഡിക്ഷൻ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രേക്കൗട്ട് താരമായിക്കൊണ്ട് അർമാൻഡോ ഗോൺസാലസിനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ വേൾഡ് കപ്പിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുക അർമാൻഡോ ഗോൺസാലസ് ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ. ഇനി വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ അത് ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഡിസപ്പോയിൻമെന്റ് അഥവാ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുക അത് ബ്രസീൽ ആയിരിക്കും എന്നാണ് ജെറാർഡ് പീക്കെയുടെ ഒരു പ്രഡിക്ഷൻ. ബ്രസീലിന് ഇത്തവണ തിളങ്ങാൻ കഴിയില്ല, അവർ ആരാധകരെ നിരാശപ്പെടുത്തും എന്നാണ് പീക്കെയുടെ ഒരു പ്രഡിക്ഷൻ വരുന്നത്. ഇനി സർപ്രൈസ് ടീം ആയിക്കൊണ്ട് അഥവാ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ടീം ആയിക്കൊണ്ട് മൊറോക്കോ മാറും എന്നാണ് പീക്കെയുടെ ഒരു പ്രഡിക്ഷൻ. ഇനി കലാശ പോരാട്ടം അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസും തമ്മിലായിരിക്കും ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക എന്നാണ് പീക്കെ പറയുന്നത്. അതുപോലെ തന്നെ ചാമ്പ്യൻ അത് സ്പെയിൻ ആയിരിക്കും. തൻ്റെ രാജ്യമായ സ്പെയിൻ ഇത്തവണത്തെ വേൾഡ് കപ്പ് സ്വന്തമാക്കും എന്നാണ് ജെറാർഡ് പീക്കെയുടെ ഒരു പ്രഡിക്ഷൻ. ഈ ടൂർണമെന്റിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് ലാമിൻ യമാൽ തിരഞ്ഞെടുക്കപ്പെടുമെന്നും ജെറാർഡ് പീക്കെ ഇപ്പോൾ പറയുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രഡിക്ഷൻ ആയിക്കൊണ്ട് വരുന്നത്. അതായത് വേൾഡ് കപ്പ് സ്പെയിൻ നേടും, ഫൈനലിൽ ഫ്രാൻസിനെ സ്പെയിൻ പരാജയപ്പെടുത്തും, അതേസമയം ബ്രസീൽ നിരാശപ്പെടുത്തും, മൊറോക്കോയാവട്ടെ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഞെട്ടിക്കും എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രവചനം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.